ധനം കൊണ്ട് അത്യാർത്തിക്കാരനെയും വണങ്ങിക്കൊണ്ട് ദുർവാശിക്കാരനെയും സ്തുതി പാടിക്കൊണ്ട് അഹങ്കാരിയെയും അറിവ് കൊണ്ട് പണ്ഡിതനെയും എപ്രകാരവും വശത്താക്കണം. നിങ്ങൾ എന്തിനെ ഭയക്കുന്നുവോ അത് നിങ്ങളുടെ മുൻപിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭയമരുത്, അതിനെ പൂർണ്ണ ശക്തിയോടെ നേരിടണം. നിങ്ങൾക്ക് ജന്മം നൽകിയവർ, വിദ്യ നൽകിയവർ, ഭയത്തിൽ നിന്നും നിർവൃത്തി നൽകിയവർ, ആഹാരം നൽകിയവർ എന്നിവർ നിങ്ങൾക്ക് എപ്പോഴും പിതൃതുല്യമായിരിക്കണം. രാത്രിയിലെ ഇരുട്ടിനെ അകറ്റാൻ ആയിരക്കണക്കിന് നക്ഷത്രങ്ങളെക്കാൾ ഒരു പൂർണ്ണചന്ദ്രന് എപ്രകാരം ഉപകരിക്കുന്നുവോ അതുപോലെ സദ്ഗുണസമ്പന്നനായ ഒരു പുത്രൻ നിർഗുണരായ 100 പുത്രന്മാരെക്കാൾ ഉപകാരിയായിരിക്കും. അധ്വാനിക്കുന്നവന് ദാരിദ്ര്യം വന്നു ചേരില്ല. ജപവും തപവും ശീലമാക്കിയവന് പാപവും വന്നു ചേരില്ല. മൗനം പാലിക്കുന്നവന് കലഹം വന്നു ചേരില്ല. ജാഗ്രതയുള്ളവനോ അപകടവും വന്നു ചേരില്ല. അമിതമായാൽ അമൃതവും വശം. അതിയായ ആഗ്രഹം രാവണന് അശുഭമായി ഭവിച്ചു. അതിയായ സൗകര്യം സീതയ്ക്ക് അശുഭമായി ഭവിച്ചു. അതിയായ ദാനശീലം മഹാബലിക്ക് അശുഭമായി ഭവിച്ചു. അതിനാൽ ഏതു കാര്യവും അധികമാകാതെ സൂക്ഷിക്കണം. ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് പൂർത്തിയാക്കും വരെ സിംഹത്തെപ്പോലെ ആത്മാർത്ഥമായി പ്രയത്നിക്കണം. നമ്മളോടൊപ്പം ഇരിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് മധുരമായി സംസാരിക്കുകയും നമ്മളില്ലാത്തപ്പോൾ നമുക്കെതിരായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കൾ വിഷം കലക്കിയ പാൽ പോലെയാണ്. അവരെ തീർച്ചയായും അകറ്റി നിർത്തണം. ഉണങ്ങിയ ഒരു വൃക്ഷം മൂലം ഒരു കാടിന് എങ്ങനെ തീപിടിക്കുന്നുവോ അതുപോലെ ദുഷ്സ്വഭാവിയായ ഒരു പുത്രൻ തൻ്റെ കുലത്തെ അപ്പാടെ നശിപ്പിക്കുവാൻ ഇടയാക്കുന്നു. ഒരു മരത്തിലുണ്ടാകുന്ന കായും പൂവും മുള്ളും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവോ അപ്രകാരം ഒരു ഉദരത്തിൽ നിന്നോ ഒരു വീട്ടിൽ നിന്നോ ഒരു നാളിൽ തന്നെ ജന്മമെടുത്തവരും വ്യത്യസ്തർ തന്നെയായിരിക്കും. നീചന്മാർ ധനം മോഹിക്കുന്നു. മധ്യമന്മാർ മാനവും ധനവും മോഹിക്കുന്നു. ഉത്തമന്മാർ മാനം ഏറ്റവും വലിയ ധനമായി കരുതുന്നു. അതിനാൽ മാനം മാത്രം അവർ മോഹിക്കുന്നു.